നമസ്കാരം, ദി ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. അധികാരത്തിലെത്തിയതിനു ശേഷം നടക്കുന്ന തുടർച്ചയായ ആൾക്കൂട്ട ആക്രമണങ്ങൾ രാജ്യത്തിനൊന്നാകെ നാണക്കേടാകുകയാണ്. സോനാർപൂരിൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും എംപിയുമായ അഭിഷേക് ബാനർജി ആക്രമിക്കപ്പെട്ടു. പിന്നാലെ ഹൂഗ്ലിയിലെ ചണ്ഡിതലയിൽ ഒരു സംഘം ആളുകൾ മുതിർന്ന തൃണമൂൽ നേതാവും ലോക്സഭാംഗവുമായ കല്യാൺ ബാനർജിയെ ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവമുണ്ടായി. ഇന്ത്യയുടെ നവോത്ഥാന ചരിത്രത്തിന്റെയും ബൗദ്ധിക പാരമ്പര്യത്തിന്റെയും അഭിമാന ഭൂമിയാണ് ബംഗാൾ. എന്നാൽ രാഷ്ട്രീയ വൈരാഗ്യത്തെ ജനക്കൂട്ട അക്രമമായി മാറ്റുന്ന അപകടകരമായ സംസ്കാരം സംസ്ഥാനത്തെ ജനാധിപത്യ മുഖത്ത് വർഷങ്ങളായി പതിഞ്ഞിരിക്കുന്ന കളങ്കമാണ്. ബംഗാളിലെ രാഷ്ട്രീയം ഏറെക്കാലമായി പ്രതികാരത്തിന്റെയും ഭീഷണിയുടെയും അക്രമത്തിന്റെയും ചക്രവ്യൂഹത്തിലാണ്. ഇടതുമുന്നണി ഭരണകാലത്ത് ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ തൃണമൂൽ അധികാരത്തിലെത്തിയ ശേഷവും അവസാനിച്ചില്ല. പിന്നീട് ബി.ജെ.പി. അധികാരത്തിലെത്തിയതോടെ അത് രൂപം മാറി പൂർവാധികം ശക്തമായി തെരുവിലെത്തിയിരിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പും ജനാധിപത്യത്തിന്റെ ആഘോഷമാകേണ്ടതിന് പകരം ഭീതിയുടെയും രക്തച്ചൊരിച്ചിലിന്റെയും പ്രതീകമായി മാറുന്ന കാഴ്ചയാണ് ബംഗാൾ ആവർത്തിച്ചു കാണിക്കുന്നത്. ബംഗാളിൽ രാഷ്ട്രീയ വിശ്വാസം വെറും ആശയപരമായ നിലപാടല്ല, സാമൂഹിക വ്യക്തിത്വത്തിന്റെ ഭാഗമാണത്. ഇപ്പോഴത്തെ അക്രമങ്ങളെ സമീപകാലത്ത് രൂപപ്പെട്ട മറ്റൊരു പ്രവണതയുടെ തുടർച്ചയായി കൂടി കാണേണ്ടതുണ്ട്. ഒരു കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങളായി കണ്ടിരുന്ന സംഭവങ്ങൾ ബി.ജെ.പി. സംസ്ഥാനത്ത് ശക്തമായതോടെ വർഗീയ സംഘർഷങ്ങളിലേക്ക് മാറി. രാമനവമി ഘോഷയാത്രകൾ, ദുർഗാപൂജ തർക്കങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് പുതിയ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചു. ബംഗാളിലെ പല ജില്ലകളിലുമുണ്ടായ സാമുദായിക സംഘർഷങ്ങൾ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന ആയുധങ്ങളായി മാറി. സംഭവങ്ങൾ നടന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല, സമീപ മണ്ഡലങ്ങളിലേക്കും അതിന്റെ രാഷ്ട്രീയ പ്രതിഫലനം വ്യാപിച്ചു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം ഒരു സാധാരണ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം മാത്രമല്ല, വർഷങ്ങളായി സംസ്ഥാനത്ത് വളർന്നു വന്ന സാമുദായിക ധ്രുവീകരണവും അക്രമ സംഭവങ്ങളെ ചുറ്റിപ്പറ്റി സൃഷ്ടിക്കപ്പെട്ട ഭീതിയും രാഷ്ട്രീയമായി എങ്ങനെ പ്രയോജനപ്പെടുത്തപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണം കൂടിയായിരുന്നു. അക്രമം വോട്ടായി മാറുകയും ഭീതി അധികാരമായി മാറുകയും ചെയ്യുന്ന രാഷ്ട്രീയം സംസ്ഥാനത്തിന്റെയോ പാർട്ടിയുടെയോ മാത്രം പ്രശ്നമല്ല, അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന മുന്നറിയിപ്പാണ്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് അക്രമത്തെ കൂടുതൽ ഗുരുതരമാക്കുന്നത് ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള വിശ്വാസക്ഷയമാണ്. പോലീസ് സംവിധാനവും ഭരണകൂടവും രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രമല്ലെന്ന ധാരണ ശക്തമാണ്. ഇത് സംസ്ഥാനത്തെ ക്രമസമാധാന സംവിധാനത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് എന്നതിൽ തർക്കമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന വിശ്വാസം തകർന്നു വീഴുമ്പോഴാണ് രാഷ്ട്രീയ ഗുണ്ടായിസം വളരുന്നത്. അക്രമികൾക്ക് പാർട്ടി സംരക്ഷണമുണ്ടെന്ന ധാരണ ശക്തമാകുമ്പോൾ പോലീസ് സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. ജനപ്രതിനിധി ആക്രമിക്കപ്പെടുമ്പോൾ, പാർട്ടി പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ, വീടുകളും കടകളും കൊള്ളയടിക്കപ്പെടുമ്പോൾ, മതസ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അതെല്ലാം തടയാൻ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ലെങ്കിൽ കേവലം സുരക്ഷാ വീഴ്ചയല്ല, ഭരണത്തിന്റെ തന്നെ തകർച്ചയാണ്. നിയമവാഴ്ചയുടെ അഭാവം സമൂഹത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്നു. നിയമം നിഷ്പക്ഷമായി പ്രവർത്തിക്കാത്തിടത്ത് ഭൂരിപക്ഷത്തിന്റെയോ ന്യൂനപക്ഷത്തിന്റെയോ സുരക്ഷ ഉറപ്പാക്കാനാവില്ല. ബംഗാളിലെ രാഷ്ട്രീയ അക്രമത്തിന്റെ മറ്റൊരു അപകടകരമായ മുഖം അക്രമത്തിന്റെ സാധാരണവൽക്കരണമാണ്. തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ രക്തച്ചൊരിച്ചിലൂടെ നേടുന്നുവെന്ന ധാരണ ജനങ്ങളിൽ ശക്തിപ്പെടുന്നത് മുഴുവൻ ജനാധിപത്യ വ്യവസ്ഥയുടെയും പരാജയമാണ്. ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും സംഘർഷ സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അക്രമം ആവർത്തിക്കപ്പെടുന്നു. അതിനർത്ഥം നിയമ സംവിധാനത്തിന് മതിയായ സ്വാതന്ത്ര്യമോ കാര്യക്ഷമതയോ ഇല്ലെന്നാണ്. അക്രമം സാധാരണമാകുന്നിടത്ത് നിയമം അസാധാരണമാകും. അധികാരത്തിലെത്തിയ പാർട്ടിയുടെ ആദ്യ കടമ എതിരാളികളെ നിശബ്ദരാക്കലല്ല, നിയമം ഉറപ്പാക്കലാണ്. അക്രമികൾ സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. പശ്ചിമ ബംഗാൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നിയമവാഴ്ചയുടെ പുനഃസ്ഥാപനമാണ്.
ആ പരീക്ഷയിൽ ബംഗാൾ ഇപ്പോഴും വിജയിച്ചിട്ടില്ല. രാഷ്ട്രീയ മത്സരം ജനാധിപത്യപരമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് തെരുവ് ഏറ്റുമുട്ടലുകളിലേക്ക് വഴിമാറുമ്പോൾ നഷ്ടമാകുന്നത് ജനങ്ങളുടെ സുരക്ഷയും ജനാധിപത്യത്തിന്റെ ആത്മാവുമാണ്. ബംഗാളിന് ഇന്ന് ആവശ്യമുള്ളത് പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ്. അക്രമം, പ്രതികാരം, ഭീഷണി എന്നിവയുടെ ചക്രം തകർക്കാൻ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുപോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അല്ലാത്ത പക്ഷം ഓരോ തെരഞ്ഞെടുപ്പിന് ശേഷവും അധികാരത്തിന്റെ നിറം മാറിയേക്കാം, പക്ഷേ ബംഗാളിന്റെ മണ്ണിൽ വീഴുന്ന രക്തത്തിന്റെ നിറം മാറില്ല. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി അധികാരമാറ്റത്തിലല്ല, അധികാരം മാറിയാലും പൗരന്റെ അവകാശങ്ങളും സുരക്ഷയും സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പിലാണ്. എതിരാളികളെ ഭയപ്പെടുത്തിയും നിശബ്ദരാക്കിയും നേടിയെടുക്കുന്ന വിജയം ജനാധിപത്യത്തിന്റെ തോൽവിയാണ്. അക്രമികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുവെന്ന ധാരണ നിലനിൽക്കുന്നിടത്തോളം ബംഗാളിൽ സമാധാനവും വിശ്വാസവും പുനഃസ്ഥാപിക്കപ്പെടില്ല. ബംഗാളിന്റെ നവോത്ഥാന പാരമ്പര്യവും ഭൗതിക പൈതൃകവും അക്രമത്തിന്റെയും പ്രതികാര രാഷ്ട്രീയത്തിന്റെയും പേരിൽ അപമാനിക്കപ്പെടാൻ അനുവദിക്കരുത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ വോട്ട് പെട്ടിയിൽ തീരേണ്ടതേയുള്ളൂ. നിയമം നിഷ്പക്ഷമായും കർശനമായും നടപ്പാക്കപ്പെടുകയും കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കപ്പെടുകയും ചെയ്യുമ്പോഴേ ജനങ്ങൾക്ക് ഭരണ സംവിധാനത്തിൽ വിശ്വാസം തിരിച്ചുകിട്ടൂ.